അപ്പോൾ കുറേ നാളായി ഞാൻ എൻ്റെ താമരയുടെ പുതിയ വീഡിയോസൊക്കെ കാണിക്കാൻ വേറെ ഒന്നല്ല, ഡോർമെൻസി കഴിഞ്ഞ് ബഡായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ശ്യാമള ലോട്ടസ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ടില്ലേ ഈ വീണ് കിടക്കുന്നതാരാണ്? ഞാനിങ്ങനെ ഓരോരുത്തരിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ വീണ് കിടക്കുന്നതാരാണ്, ഇത് ലക്ഷ്മിക്കുട്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട്. പേഴ്സണലായിട്ട് കാണുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പറയാറുണ്ട് ഓരോരുത്തർ, ഇതിനുണ്ട് അങ്ങനെയൊക്കെ പറയുന്നു. ശരിക്കും നമ്മളെ മക്കളെ പോലെ തന്നെയല്ലേ നമ്മളെ കണ്ടില്ലേ മികച്ച വീരന്മാർ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നത് കണ്ടാ. ഇത് നമ്മുടെ ബുച്ച വെറൈറ്റിയാണ്. ഇവിടെ ഒരു തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ അടുത്തൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചേട്ടാ. കണ്ടില്ലേ അതിൻ്റെ സൈസ് ഫോണിൽ കറക്റ്റ് കിട്ടണമെന്ന് കയറിയില്ല. എൻ്റെ കൈ കണ്ട, എൻ്റെ കൈ ഈ ഒരു ഒരു വശം മാത്രം ആയിട്ടുള്ളൂ. അല്ലേ ഫുൾ വിടർത്തിയിട്ടില്ല. ഇവൻ അവിടെ തന്നെ നിന്ന് വിടരട്ടെ. മറ്റേത് മഴ വന്നപ്പോൾ കൊഴിഞ്ഞു വരും. അടുത്തടുത്ത ബെഡുകൾ ഇത് ലീഫിൻ്റെ സൈസ് നോക്കി. ക്യാമറ കുറച്ച് പുകഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മളന്ന് വളം ചെയ്ത ഭോഗം വില്ലാസാണ്. എല്ലാം ഞാൻ ഒന്ന് ഓടിച്ച് വരുതെന്ന് കാണിച്ചു തരാട്ടാ. ഞങ്ങളെ പുതിയ മുല്ലക്കൃഷി, മുല്ലപ്പൊക്കെ കാലത്ത് പൊട്ടിച്ച് കുറേ കിട്ടിട്ടാ. നമ്മളെ മെയിൻ താരം വൈറ്റ് പിയോണി കണ്ടില്ലേ, മഴ കൊണ്ട് ആകെ സീനായിട്ടിരിക്കുകയാണ്. കാട് കൊഴിഞ്ഞ് മൊത്തം പോകുന്നു വെയിൽ. പുതിയ പുതിയ ചെറുക്കന്മാർ വരണ്ട അല്ല, എത്ര മുട്ടാന്ന് നോക്കി. അടുത്ത് ഗ്രീൻ ആപ്പിളിൻ്റെ കൊണ്ട് എന്താ സൈസ് ഇടും കണ്ടില്ലേ. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മളെ ഗോൾഡൻ സൺഷൈനാണ്, ഫ്ലവർ ആയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ബെഡുണ്ട്, ബെഡ് കാണില്ല. ഓക്കെ, ഇത് നമ്മളെ D9 അത് പോയിന്നുണ്ട്. നമ്മളെ കർണൻ അതും പോയി. ഇത് ക്യാമില യെല്ലോ പിയോണി. ഇത് ഞാൻ നാളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേ. നമ്മളെ ബ്ലൂമിങ് മെഷീന് പിങ്ക് ക്ലൗഡ്, പിങ്ക് ജുപ്പിറ്ററാണ്. ഇത് പിങ്ക് ജുപ്പിറ്റർ. സുന്ദരിനെ കാണിച്ചത് വാ. ഇത് നമ്മളെ സുഭദ്ര, നല്ല സൈസ് ഫ്ലവർ ഇടാ. എൻ്റെ ബഡ്ക്ക് സുഭദ്ര വരെ വിരിഞ്ഞ് റിപ്പോർട്ട് ഇട്ട് 1 മാസം ആയിട്ടുള്ളൂ. ഇത് നമ്മളെ ലക്ഷ്മി ഒന്നും ഇത് റിപ്പോർട്ട് ചെയ്യാറായി. ഇത് എഫെക്ഷൻ 60. ഇതിന് ഫ്ലവർ ആയിട്ടില്ല, ഇതിനായിട്ടില്ല. ഇത് നമ്മളെ കർണനില്ലല്ലോ. ഇത് അഖില ആകെ ഒരു ഫ്ലവറത്തുണ്ടായുള്ളൂ. ഇതിന് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വളം വെച്ചെടുക്കാറായിട്ടുണ്ട്. നമുക്ക് താഴത്തെ വെറൈറ്റികളെ കാണിച്ചു തരാം ബെഡായത്. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയത് കേട്ടോ. ഇത് നമ്മളെ അമ്മായിയുടെ കൃഷിയാണ്, അമ്മായിയുടെ റോസാണ്.
ഉണ്ടല്ലേ. പക്ഷെ ആളിങ്ങനെ ശോഷിച്ച് നിൽക്കുന്നത് അല്ല. ഫ്ലവർ പോയി അത് വലിയ ഗ്രോത്ത് ഇല്ല. ഇനി രണ്ടാമത് സെറ്റ് ചെയ്യണം. ഇത് നമ്മളെ കൊൽക്കത്തയിൽ നിന്ന് വരുത്തിയ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ്. ഞാനന്ന് ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി. അതിൻ്റെ സൈസ് ഫ്ലവറായിട്ടില്ല, പക്ഷെ നല്ല സൈസായി. ഇനി ഇത് വെട്ടി നിർത്തണം. ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു. ഇതൊരു ബോഗൺവില്ലയാണ്. ഇതിൻ്റെ ഫ്ലവർ നല്ല നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്, വലിയ ഇതൊന്നും. അതിൻ്റെ ലീഫാണ് അതിൻ്റെ ഭംഗിക്ക്. ഇത് ഭംഗിയാണ്. വലിയ പൊട്ടി കറക്കി വെച്ചപ്പോണ്ട് അതിൻ്റെ ഭംഗി ഉണ്ട്. നല്ലൊരു ഫ്ലൂറസെൻ്റ് പച്ചേ, തത്തമ്മ പച്ചേ, ആനന്ദോ ഷെയ്ഡ് എന്താ എന്ത് രസം. സൂപ്പറല്ലേ. ഞങ്ങളെ കൊട്ടാരം വെറുതെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ വീട്. ഇതിന് മുകളിലാണ് അച്ചടി സ്വർഗം. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് ലോട്ടസ് ആമ്പലം കേട്ടോ. ചോമ്പൂ മാമ അങ്ങനത്തുള്ള ഒരു പ്രശ്നം പോയിട്ടെന്ന് വിചാരിക്കുന്നു. കളറൊക്കെ ബോഗൺവില്ല. പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. നമ്മൾ ഈ ഒഴിവുവേളകളിൽ ഇങ്ങനെ വെള്ളമടിച്ചും ആൾക്കാരായിട്ട് തല്ലുണ്ടാക്കി നടക്കുന്ന നേരം കൊണ്ട് ഇതേപോലുള്ള പുണ്യപ്രവർത്തികൾക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലഹരിയിലും നമ്മൾ ചെന്ന് പെടില്ല. നമ്മളെ ഭീമനെ കാണിച്ചത് എല്ലാത്തിനും കാണിക്കണം. ഇതിലോന് ചേഞ്ച് ഇല്ലാണ്ട ശ്വേതയാണ്. ഒരു രക്ഷയില്ലാത്ത പ്ലാന്റാണിത്. എന്തോരം പോയിരുന്നറിയും. ഞാനൊരു റണ്ണർ വെച്ചിട്ട് പിടിപ്പിച്ചാണ്. അടിയിൽ അടുത്ത ബെഡ് ഇപ്പോൾ ആവശ്യമായി. കുറച്ച് വളം വെക്കണം. അപ്പോൾ താമരയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ